സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ മുഴുവൻ കാണാൻ കഴിയുന്നത് ജനനായകൻ റിലീസ് തീയതിയെ പറ്റിയിട്ടാവും അല്ലേ. ഒരു സിനിമ റിലീസാകാതിരിക്കുന്നു, സെൻസർ പ്രശ്നം, കോടതി ഹർജികൾ, പ്രതിഷേധങ്ങൾ. എന്താണ് ആക്ച്വലി ജനനായകന് സംഭവിക്കുന്നത്? ഇത് വെറും സിനിമകളുടെ പ്രശ്നമാണോ, അതോ നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലെ ബേസിക് ഫ്രീഡം ഓഫ് സ്പീച്ചിനെ ഇല്ലാതാക്കുകയാണോ? വെൽക്കം ബാക്ക് ടു സ്കിനിമ, ലെറ്റ്സ് ഗോ. ആദ്യം തന്നെ നമുക്ക് സെൻസർഷിപ്പ് എന്താണെന്ന് നോക്കാം. സിമ്പിളായി പറഞ്ഞാൽ, ഇന്ത്യയിൽ ഒരു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്യണമെങ്കിൽ അതിനു മുമ്പ് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്ന CBFC എന്ന ബോഡിയിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങണം. നമ്മൾ സാധാരണ സെൻസർ ബോർഡ് എന്ന് വിളിക്കുന്നത് ഇവരെ തന്നെയാണ്. ഇത് 1952 സിനിമാറ്റോഗ്രാഫ് ആക്ട് പ്രകാരമുള്ള ഒരു നിയമ സംവിധാനമാണ്. സിനിമകൾ വെറും കലാസൃഷ്ടികൾ മാത്രമല്ല, വലിയൊരു ജനക്കൂട്ടത്തെ ഒരേ സമയം ശക്തമായി ബാധിക്കാനുള്ള ഒരു വിഷ്വൽ മീഡിയമാണെന്ന നിലയിൽ സർക്കാർ അതിനെ ഒരു നിയന്ത്രിത പ്രദർശനമായി കാണുന്നു. ഒരു സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് CBFCയിലെ എക്സാമിനിങ് കമ്മിറ്റി അത് മുഴുവൻ കണ്ട് വിലയിരുത്തും. അതിലുള്ള വയലൻസ്, സെക്ഷൽ കോണ്ടന്റ്, അബ്യൂസീവ് ലാംഗ്വേജ്, റിലീജിയസ് ഓർ കമ്മ്യൂണൽ സെൻസിറ്റിവിറ്റി, നാഷണൽ സിംബൽസിൻ്റെ ഉപയോഗം, പബ്ലിക് ഓർഡറിനെ ബാധിക്കാവുന്ന കാര്യങ്ങൾ തുടങ്ങിയവ പരിശോധിക്കും. പിന്നെ അത് ഏത് വിഭാഗം പ്രേക്ഷകർക്ക് അനുയോജ്യമാണെന്ന് തീരുമാനിക്കും. 4 കാറ്റഗറി ആയിട്ടാണ് സർട്ടിഫിക്കേഷൻസ് നൽകുന്നത്: UA, AS. U എന്ന് പറഞ്ഞാൽ ബേസിക്കലി എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു കോണ്ടന്റ് ആണ്. അതിന് പ്രത്യേകിച്ച് അങ്ങനെ ഏജ് റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഇല്ല. UA സർട്ടിഫൈഡ് ആണെങ്കിൽ കുട്ടികൾക്ക് സിനിമ കാണണമെങ്കിൽ പാരന്റൽ ഗൈഡൻസ് വേണം. UA 7+, UA 13+, UA 16+ എന്നിങ്ങനെ ഏജ് വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് UA. അടുത്തത് A ആണ്. ഇറ്റ് ഈസ് സ്ട്രിക്ട്ലി 18+. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രം കാണാൻ പറ്റുന്ന സിനിമകൾ. നെക്സ്റ്റ് ഇസ് S, which is only for a specific professional groups. എക്സാമ്പിൾ, ഡോക്ടർമാർ, സയൻറ്റിസ്റ്റ് എന്നിവർക്ക് മാത്രമേ ഈ സിനിമകൾക്ക് അനുവാദമുള്ളൂ. ഇതാണ് ബേസിക്കലി സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ്റെ 4 സർട്ടിഫിക്കറ്റ് ടൈപ്സ്. ചിലപ്പോൾ ബോർഡിന് തോന്നിയാൽ ചില ഡയലോഗ്സ് മ്യൂട്ട് ചെയ്യണം, വിഷ്വൽസ് ബ്ലർ ചെയ്യണം, സീൻസ് കട്ട് ചെയ്യണം എന്നിങ്ങനെ മാറ്റങ്ങൾ ആവശ്യപ്പെടും. ഫിലിം മേക്കേഴ്സിന് അതിന് സമ്മതിച്ചാൽ സർട്ടിഫിക്കറ്റ് കിട്ടും. സമ്മതിക്കില്ലെങ്കിൽ റിവൈസിംഗ് കമ്മിറ്റിയിലേക്കോ പിന്നെ കോടതിയിലേക്കോ വരെ പോകുന്ന ലീഗൽ ഫൈറ്റ് ഉണ്ടാവും. ഇതെല്ലാം നടക്കുന്നത് ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. ഒരു വശത്ത് ഭരണഘടന നൽകുന്ന ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ, മറുവശത്ത് സൊസൈറ്റിയിലെ മോറൽ സ്റ്റാൻഡേർഡ്സ്, ലോ ആൻഡ് ഓർഡർ, വിവിധ സമൂഹ വിഭാഗങ്ങളുടെ വികാരങ്ങൾ എന്നിവ. പക്ഷേ പ്രശ്നം എന്തെന്നാൽ ഈ ബാലൻസ് ഓരോ കാലത്തും ഓരോ ആളിനും വേറിട്ട രീതിയിൽ തോന്നും. അതുകൊണ്ടാണ് സെൻസർഷിപ്പ് പലപ്പോഴും കോൺട്രവേഴ്സി ആകുന്നത്. ഒരാൾക്ക് ഹാംലെസ് ആയ ഒരു സീൻ മറ്റൊരാൾക്ക് ഒഫൻസീവായി തോന്നാം. ഒരു ഡയറക്ടറിന് അതൊരു ആർട്ടിസ്റ്റിക് നെസസിറ്റി ആവാം, ബോർഡിന് അത് അൺനെസസറി പ്രൊവക്കേഷനും. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഫിലിം സെൻസർഷിപ്പ് ഒരു സ്ട്രെയിറ്റ് ലൈൻ അല്ല, മറിച്ച് പൊളിറ്റിക്സ്, കൾച്ചർ, റിലീജിയൻ, ലോ, പബ്ലിക് ഇമോഷൻ എല്ലാം കൂടി ചേരുന്ന ഒരു കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് സ്പേസ് ആണ്. സിനിമയെക്കുറിച്ച് നമ്മളെ ചെറുപ്പം മുതൽ പഠിപ്പിച്ചത് എന്താണ്? സിനിമ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്, സമയം പോകാൻ കാണുന്ന ഒന്നാണ്. പക്ഷേ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു, സിനിമ നമ്മളെ ചിരിപ്പിക്കുമ്പോഴും കരയിപ്പിക്കുമ്പോഴും നമ്മളെ ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. ചില സിനിമകൾ കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ ഉള്ളിൽ ഒരു ഭാരമായി എന്തോ കിടക്കും. ചില ഡയലോഗുകൾ നമ്മളെ ഫോളോ ചെയ്യും, ചില സീനുകൾ നമ്മളെ ചോദ്യം ചെയ്യും. അതാണ് സിനിമയുടെ ശക്തി. അതുകൊണ്ട് തന്നെയാണ് സിനിമയെ ചിലർ ഭയപ്പെടുന്നത്. ആ ഭയം എങ്ങനെ സെൻസർഷിപ്പ് എന്നൊരു സംവിധാനമായി മാറി, അതും ഇന്നത്തെ ഇന്ത്യയിൽ, പുതിയ കാലഘട്ടത്തിൽ, സോഷ്യൽ മീഡിയയുടെ കാലത്ത്, ഗ്ലോബൽ OTT പ്ലാറ്റ്ഫോമുകളുടെ കാലത്ത് സിനിമയെ നിയന്ത്രിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച്. ഇപ്പോൾ ഇതാ ജനനായകൻ്റെ സെൻസർ ബോർഡായിട്ടുള്ള ഇഷ്യൂ നടക്കുകയാണല്ലേ. എന്തിന് ഈ ഒരു സിനിമയെ മാത്രമായി ക്രൂശിക്കുന്നു എന്നാവും നമ്മളൊക്കെ ചിന്തിക്കുന്നത്. വി ഓൾ നോ, തലപതി വിജയുടെ ലാസ്റ്റ് പടമാണ് ജനനായകൻ. ആൻഡ് റീസെൻ്റ്ലി ഹി സ്റ്റാർട്ടഡ് ഹിസ് ഓൺ പൊളിറ്റിക്കൽ പാർട്ടി. ആൻഡ് സിൻസ് ലാസ്റ്റ് പടമായതിനാൽ മോസ്റ്റ്ലി ദെയർ വിൽ ബി ഹിസ് പൊളിറ്റിക്കൽ വ്യൂ പോയിന്റ്സ് ഇൻ ദിസ് മൂവി.
ഒരു സിനിമ രാഷ്ട്രീയമായി വായിക്കാവുന്ന രീതിയിലാണെന്ന സംശയം വന്നാൽ സെൻസർ ബോർഡ് കുറച്ചുകൂടി സൂക്ഷ്മമായി നിരീക്ഷിക്കും. ചില ഡയലോഗുകൾ, ചില പ്രതീകങ്ങൾ, ചില രംഗങ്ങൾ സമൂഹത്തിൽ തെറ്റായ സന്ദേശം നൽകുമോ എന്നവർ കൃത്യമായി പരിശോധിക്കും. നിയമപരമായി അവരുടെ കടമ അതാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ തെറ്റായ സന്ദേശം എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ഏത് മാനദണ്ഡം ഉപയോഗിച്ചാണ്? കാലഘട്ടം മാറുമ്പോൾ ആ മാനദണ്ഡങ്ങളും മാറുന്നുണ്ടോ? ചിലപ്പോൾ സിനിമയിലെ ഒരു രാഷ്ട്രീയ കഥാപാത്രം യഥാർത്ഥ രാഷ്ട്രീയ നേതാക്കളെ ഓർമ്മിപ്പിക്കും. ചിലപ്പോൾ ഒരു കഥയുടെ പശ്ചാത്തലം ഇന്നത്തെ സാമൂഹിക സാഹചര്യവുമായി പൊരുത്തപ്പെടും. അപ്പോൾ സിനിമ വെറും കെട്ടുകഥയായി നിൽക്കില്ല, അത് യാഥാർത്ഥ്യത്തിൻ്റെ റിഫ്ലക്ഷനായി മാറും. അതാണ് അധികാര സംവിധാനങ്ങൾക്ക് അസ്വസ്ഥത. ഇത് ഒറ്റപ്പെട്ട സംഭവമൊന്നുമല്ല. നമുക്ക് കുറച്ച് പിന്നോട്ട് പോയാൽ പല സിനിമകളും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരു ഭാരത സർക്കാർ ഉൽപ്പന്നം എന്ന മലയാള സിനിമയുടെ പേരിൽ തന്നെ ഭാരത എന്ന വാക്ക് ഉപയോഗിച്ചതിന് സെൻസർ ബോർഡ് ചോദ്യം ഉയർത്തിയ സംഭവം നമുക്ക് ഓർമ്മയുണ്ടാകും അല്ലേ? എന്നാൽ ആക്ച്വലി ഭാരത സർക്കാർ എന്ന വാക്കുമായി സിനിമയ്ക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. ജസ്റ്റ് ആ ടൈറ്റിലിൽ ഭാരത എന്ന വാക്ക് വന്നതുകൊണ്ട് രാജ്യത്തിൻ്റെ പേര് ഉപയോഗിക്കുന്നതിൽ തെറ്റായ അർത്ഥങ്ങൾ ഉണ്ടാകുമോ എന്ന ആശങ്ക പേരിൽ മാറ്റം വരുത്തണം എന്നായിരുന്നു ബോർഡ് പറഞ്ഞിരുന്നത്. സെയിം വാസ് ഫോർ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. അതിൻ്റെ പേരിൽ ഇവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കറിയാവുന്നത് തന്നെയല്ലേ? ചിന്തിച്ചു നോക്കിയേ, ഒരു വാക്ക് പോലും രാഷ്ട്രീയമായി വായിക്കപ്പെടുന്ന കാലഘട്ടമാണിത്. ഇനി മറ്റൊരു എക്സാമ്പിൾ നോക്കാം. പഠാൻ എന്ന സിനിമയുടെ റിലീസിന് മുൻപ് അതിലെ ഒരു ഗാനരംഗം വലിയ വിവാദമായി. അതിൽ ദീപികയുടെ ഡ്രസ്സിൻ്റെ കളർ വലിയ ചർച്ചാ വിഷയമായി. സെൻസർ ബോർഡ് അതിലെ ആ ഷോട്ടുകൾ മാറ്റണം എന്ന് പറഞ്ഞു. സിനിമ ഒടുവിൽ റിലീസായി. ഇറ്റ് വാസ് എ സൂപ്പർ ഡൂപ്പർ ബോക്സ് ഓഫീസ് സൂപ്പർ ഹിറ്റ്. പക്ഷേ ഇറ്റ് റിമൈൻഡഡ് അസ് ഓഫ് ഒരാളിടുന്ന ഡ്രസ്സിൻ്റെ കളർ പോലും ഇവിടെ ചില ആൾക്കാരെ ട്രിഗർ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു കാലമാണിത്. ഇങ്ങനെ എത്രയോ സിനിമകൾ. പത്മാവത്, ഉത്താ പഞ്ചാബിൽ ആക്ച്വലി 89 കട്ട്സാണ് CBFC പറഞ്ഞത്. അങ്ങനെ എത്രയോ സിനിമകൾ. കോടതികളുടെ പങ്കും ഇവിടെ പ്രധാനമാണ്. ഒരു സിനിമ തടയപ്പെടുമ്പോൾ നിർമ്മാതാക്കൾ കോടതിയെ സമീപിക്കും. അഭിപ്രായ സ്വാതന്ത്ര്യം ഒരു അടിസ്ഥാന അവകാശമാണല്ലോ. അതിനെ ലിമിറ്റ് ചെയ്യുമ്പോൾ അതിന് ശക്തമായ കാരണം വേണം. ദസ് തിങ്സ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ ലോ ആൻഡ് ആർട്ട്. പക്ഷേ ഈ നിയമ പോരാട്ടങ്ങളുടെ ഇടയിൽ സിനിമ വെറും ഒരു ഫയലായി മാറുന്നു. ജസ്റ്റ് ഒരു കേസ് നമ്പർ, ഒരു സ്റ്റേ ഓർഡർ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച 100 കണക്കിന് ആളുകളുടെ പരിശ്രമം, അവരുടെ സ്വപ്നങ്ങൾ, ഇവയെല്ലാം ലീഗൽ ലാംഗ്വേജിനിടയിൽ ഒളിഞ്ഞു പോകുന്നു. ആൻഡ് അനദർ വൃത്തികെട്ട പരിപാടി ഫ്രം CBFC ഈസ് പുറത്തു നിന്നുള്ള സിനിമകൾക്ക് നൽകുന്ന സെൻസറിങ്. ദാറ്റ് ഈസ് എ വേഴ്സ്റ്റ് തിങ്. റീസെൻ്റ്ലി നമ്മൾ അത് കുറേ കണ്ടിട്ടുണ്ട്. സൂപ്പർമാനിലെ ഒരു പെർട്ടിക്കുലർ കിസ്സിങ് സീൻ ഇവർ കട്ട് ചെയ്ത് കളഞ്ഞു. ആൻഡ് ഓൾസോ സെയിം വിത്ത് F1. അതിൽ അയക്കുന്ന മെസ്സേജിലെ ഒരു ഇമോജി, ലൈക്ക് വെറും ഒരു ഇമോജി അവർ കട്ട് ചെയ്ത് കളഞ്ഞു. അങ്ങനെ എത്രയോ സിനിമകൾ. ഓരോ കാലഘട്ടത്തിലും ഈ ഒരു സെൻസിറ്റീവ് എന്ന ലേബൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഇൻ്റർനെറ്റ് കാലഘട്ടത്തിലാണ് നമ്മൾ. ലോകത്തിലെ ഏത് സിനിമയും ഒറ്റ ക്ലിക്കിൽ കാണാൻ കഴിയും. അപ്പോൾ ഒരു രാജ്യത്തിനുള്ളിൽ മാത്രം ചില ദൃശ്യങ്ങൾ തടയുന്നത് യാഥാർത്ഥ്യത്തിൽ എന്താണ് നേടുന്നത്? നമ്മൾ തിയേറ്ററിലിരുന്ന് സിനിമ കാണുമ്പോൾ പിന്നിൽ നടന്ന ഈ പോരാട്ടങ്ങളെക്കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷേ ഓരോ ഫ്രെയിമിന് പിന്നിലും ഇത്തരം യാത്രകളുണ്ടാകും. ഒരു ദിവസമെങ്കിലും നമുക്ക് സിനിമയെ വെറും സിനിമയായി കാണാൻ കഴിയുന്ന ഒരു കാലം വരുമോ? ആവോ, ലെറ്റ്സ് സീ. ആൻഡ് ഓൾസോ കട്ടൊന്നുമില്ലാതെ തലപതിയുടെ ലാസ്റ്റ് പടം തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റട്ടെ അല്ലേ? അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. If you like this video, please subscribe to Skinema. Bye bye.